ഹായ് ഓൾ, വെൽക്കം ടു സഫയർ ഫ്യൂച്ചർ അക്കാദമി ബോർഡ് ബൂസ്റ്റർ സീരീസ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്ത് അതിന്റെ 3 റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു. HCl അഡീഷൻ, NaHSO3 അഡീഷൻ, അതുപോലെ ഗ്ലിഗ്നാർ റിയേജന്റ് അഡീഷൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടിയുടെ കണ്ടിന്യൂവേഷൻ ആണ് ചെയ്യുന്നത്. ധാരാളം കെമിക്കൽ പ്രോപ്പർട്ടീസ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ആൽഡിഹൈഡിലും കീറ്റോണിലും. അഡീഷൻ ഓഫ് ആൽക്കഹോൾസ്, 4ാമത്തെ റിയാക്ഷൻ. അസറ്റാൾസ് ഓർ കീറ്റാൾസ് ആർ ഫോംഡ്. ആൽഡിഹൈഡുകളെ ആൽക്കഹോളുമായിട്ട് ഡ്രൈ HCl ഗ്യാസിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ C ഡബിൾ ബോണ്ടോ H അതിൻ്റെ അകത്തേക്ക് ബോണ്ട് ക്ലീവ് ചെയ്തിട്ട് C ഡബിൾ ബോണ്ടോ Hലെ ബോണ്ട് ക്ലീവ് ചെയ്തിട്ട് എന്തുണ്ടാകുന്നു? R, ഇവിടെ കൊടുത്തിരിക്കുന്നത് R C ഡബിൾ ബോണ്ടോ H എന്നാണ്. R'OH വരുമ്പോൾ സംഭവിക്കുന്നത് ഈ ബോണ്ട് ക്ലീവ് ചെയ്തിട്ട് ഇവിടെ OH മൈനസും R'+ ഉണ്ടാകും. ഇവിടെ സംഭവിക്കുന്നത് RCH, ഈ CH ആണിത്. ഇനി ഈ ഓയിന്റെ അടുത്തേക്ക് ഈ R' വരുന്നു, അപ്പോൾ OR', ഇനി OH ഉണ്ടാകുന്നു. അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ OH CH അങ്ങനെ തന്നെ ഉണ്ട്. ഈ CH ഓയിന്റെ അടുത്തേക്ക് R' അടുത്ത പൊസിഷനിലേക്ക് OH പോകുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹെമി അസറ്റാൾ എന്നാണ്. വീണ്ടും റിയാക്ഷൻ നടക്കുമ്പോൾ അങ്ങനെ തന്നെ സംഭവിച്ചിട്ട് പ്ലസ് മൈനസ് ഈ R' മാറിയിട്ട് ഈ OH കയറിയിരിക്കും. R' മാറിയിട്ട് OH കയറിയിരിക്കും. അങ്ങനെ OH മാറിയിട്ട് OR' അല്ല മാറുന്നത്, OH മാറിയിട്ട് ഈ R' കയറിയിരിക്കും. H പോയിട്ട് വാട്ടർ ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റിന്റെ പേര് ഹെമി അസറ്റാൾ എന്നും പിന്നെ വീണ്ടും ഒന്നുകൂടെ റിയാക്ട് ചെയ്യുന്നതിന് നമ്മൾ അസറ്റാൾ എന്നും വിളിക്കുന്നു. ഇനി കീറ്റോൺസ് ഇതുപോലെ തന്നെ റിയാക്ട് ചെയ്യും, പക്ഷെ ഒരു OH ഉള്ള ഗ്രൂപ്പ് കൊണ്ട് അത് റിയാക്ട് ചെയ്യില്ല. 2 OH ഉള്ള ഗ്രൂപ്പ് കൊണ്ട് മാത്രമേ അത് റിയാക്ട് ചെയ്യുള്ളൂ. അതായത് എത്തിലീൻ ഗ്ലൈക്കോൾ പോലുള്ള കോമ്പൗണ്ട് ആവശ്യമുണ്ട്. അതുപോലെ ഡ്രൈ HCl പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ടർ എലിമിനേഷൻ നടക്കും. അതുപോലെ ഈ ഓക്സിജനും ഈ 2 ഹൈഡ്രജനും പോകും. അങ്ങനെ ഒരു കേജ് പോലത്തെ ഒരു കോമ്പൗണ്ട് ആണ് ഉണ്ടാവുന്നത്. കീറ്റാൾ എന്നാണ് അതിനെ വിളിക്കുന്നത്. അങ്ങനെ ഹെമി അസറ്റാളും കീറ്റാളുകളുമാണ് പ്രിപ്പയർ ചെയ്തത്. ഇനി അടുത്തത് 5ാമത്തെ റിയാക്ഷൻ ആണ് അഡീഷൻ ഓഫ് അമോണിയ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്. അഡീഷൻ എലിമിനേഷൻ റിയാക്ഷൻ. അത് അമോണിയ ഡെറിവേറ്റീവിന്റെ പ്രസൻസിലാണ്. അതായത് അമോണിയ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ അമോണിയയിലെ ഹൈഡ്രജനെ നീക്കിയിട്ട് നമുക്ക് NH3 ഹൈഡ്രജനെ നീക്കിയിട്ട് വേറെ ഗ്രൂപ്പുകൾ കൊടുക്കുന്നു. അവിടെ പല ഗ്രൂപ്പുകൾ വരാം. NH3 ഹൈഡ്രജനെ ഒരെണ്ണത്തിന് Z എന്നിട്ടിരിക്കുന്നു. Z റിമൂവ് ചെയ്തിട്ടാണ് Zന്റെ പൊസിഷനിലാണ് ഈ പറയുന്ന ഗ്രൂപ്പുകൾ വരാൻ സാധ്യതയുള്ളത്. പോകുന്നത് എപ്പോഴും വാട്ടർ എലിമിനേഷൻ ആണ് നടക്കുന്നത്. അവിടെ അമോണിയ തന്നെ ആയിട്ടുള്ള റിയാക്ഷൻ ആണ് കാണിച്ചത്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഈ മീനുകൾ എന്ന് പറയുന്നത് വാട്ടർ എലിമിനേഷൻ ആണ് നടക്കുന്നത്. അത് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ഞാനൊരു കീറ്റോൺ ആൽഡിഹൈഡിനെ എടുത്തു, ഫോർമാൽഡിഹൈഡിനെ എടുത്തു, അവിടുന്ന് NH3 റിയാക്ട് ചെയ്തു. പോകുന്നത് വാട്ടർ ആണ്, മൈനസ് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോയി. ഇവിടുത്തെ H2ഉം ഇവിടുത്തെ Oയും പോയി. ബാക്കി NH അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് HCH ഡബിൾ ബോണ്ട് NH. ഇനിയാണ് നമ്മൾ ഈ മീൻ എന്ന് വിളിച്ചത്. അതുപോലെ ആ പൊസിഷനിൽ R ഗ്രൂപ്പ് ഇടാം. ഏത്? ഇവിടെ R ഗ്രൂപ്പ് ഇട്ടാൽ അതുപോലെ തന്നെ റിയാക്ഷൻ മാറ്റമൊന്നും ഉണ്ടാവില്ല. എപ്പോഴും വാട്ടർ എലിമിനേഷൻ ആണ് നടക്കുന്നത്. HCH ഡബിൾ ബോണ്ടോ പ്ലസ് RNH2 റിയാക്ട് ചെയ്തിട്ട് എന്ത് പോകുന്നു? H2O പോകുന്നു. അപ്പൊ HCH ഡബിൾ ബോണ്ട് NR എന്ന് വരും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇമീനുകളെ ഷിപ്സ് ബേസ് എന്ന് വിളിക്കും. ഇനി അടുത്തത് ഹൈഡ്രോക്സിലമീൻ ആണ്. ഹൈഡ്രോക്സിലമീൻ എന്ന് പറയുമ്പോൾ R Z പ്ലസ് OH ഇടുന്നു. അപ്പോൾ
ഇത് ആൽഡിഹൈഡ് ആണ്, അവിടെ NH2OH ഇതാണ് നടക്കുന്നത്. വാട്ടർ എലിമിനേഷൻ നടക്കുന്നു, വാട്ടർ എലിമിനേഷൻ നടക്കുന്നു. HC ഡബിൾ ബോണ്ടോ പ്ലസ് R NH2OH റിയാക്ട് ചെയ്തിട്ട് H2O പോകുന്നു. അപ്പോൾ C ഡബിൾ ബോണ്ട് NOH ഉണ്ടാകുന്നു. ഓക്കെ, അതിനെ നമ്മൾ ഓക്സൈമുകൾ എന്ന് വിളിക്കും. ആൽഡിഹൈഡിൽ നിന്നാണെങ്കിൽ അസറ്റാൽഡിഹൈഡിൽ നിന്ന് അസറ്റാൽഡോക്സൈം, ഫോർമാൽഡിഹൈഡ് ആണെങ്കിൽ ഫോർമാൽഡോക്സൈം എന്നൊക്കെ വിളിക്കും. ഇനി ഹൈഡ്രസീൻ ആണ്, എല്ലാത്തിലും സെയിം ആണ് സംഭവിക്കുന്നത്, ഒരു മാറ്റം ഉണ്ടാവില്ല. ഡബിൾ ബോണ്ടോ പ്ലസ് NH2 ഹൈഡ്രസീൻ ആണിത്. അവിടെ എന്തായി, വാട്ടർ എലിമിനേഷൻ നടന്നിട്ട് C ഡബിൾ ബോണ്ട് NH2 ഉണ്ടാവും. ഹൈഡ്രസോൺ എന്നാണ് നമ്മൾ അതിനെ പേര് വിളിക്കുക. അതിന്റെ പ്രൊഡക്റ്റിന്റെ പേരാണ് പറഞ്ഞത് ഹൈഡ്രസോൺ. ഇനി അടുത്തത് അമോണിയ ഡെറിവേറ്റീവ് ഇനിയുണ്ട്. നോക്കൂ, റിയേജന്റ് ഫിനൈൽ ഹൈഡ്രസീൻ ആണത്. അതായത് സെഡിന്റെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു, ഫിനൈൽ ഹൈഡ്രസീൻ കൊടുക്കും. അതായത് ഇങ്ങനെ NH2 NH, ഇവിടെ ഒരു ബെൻസീൻ റിങ്. ഓക്കെ, ഇതുപോലെ വാട്ടർ എലിമിനേഷൻ, ഇവിടുത്തെ H2 അവിടുത്തെ ഓക്സിജനും പോയിട്ട് C ഡബിൾ ബോണ്ട് NNH ഇങ്ങനെ വരുന്നു. C ഡബിൾ ബോണ്ട് NNH ഗ്രൂപ്പ് ഫിനൈൽ ഹൈഡ്രസോൺ എന്ന് വിളിക്കും. ഇനി അതുപോലെ തന്നെ അവിടെ നമുക്ക് ഈ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല, ജസ്റ്റ് വാട്ടർ എലിമിനേറ്റ് ചെയ്യുക, പ്രൊഡക്റ്റ് എഴുതുക. ഇനി സെമി കാർബസൈഡ്, അത് നമ്മൾ ശ്രദ്ധിക്കണം. സെമി കാർബസൈഡിന്റെ റിയാക്ഷൻ നോക്കൂ. NH2 C ഡബിൾ ബോണ്ടോ NH2 C ഡബിൾ ബോണ്ടോ NH2 C ഡബിൾ ബോണ്ടോ NH2 ഇതാണ് റിയാക്ഷൻ. ഇതാണ് സെമി കാർബസൈഡ്. ഈ സെമി കാർബസൈഡിൽ പോകുമ്പോൾ ഇവിടുത്തെ H2 ആണോ ഇവിടുത്തെ H2 ആണോ പോകുന്നത് നമുക്ക് സംശയം ഉണ്ടാകാം. വാട്ടർ എലിമിനേഷൻ നടക്കുമ്പോൾ ഇവിടുത്തെ H2 പോകുള്ളൂ, ഇവിടുത്തെ H2 പോവില്ല. കാരണം ഇവിടെ ലോൺ പെയർ യൂസ് ചെയ്തത് റെസണൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം പ്രത്യേകം ശ്രദ്ധിക്കുക, C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പിന് അടുത്ത് നിൽക്കുന്ന H2 അല്ല എലിമിനേറ്റ് ചെയ്യുന്നത്, അപ്പുറത്തെ സൈഡിൽ കിടക്കുന്ന H2 ആണ് എലിമിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രോഡക്റ്റ് എന്താവും, C ഡബിൾ ബോണ്ട് NH C ഡബിൾ ബോണ്ടോ NH2. ആ NH2 അവിടെ തന്നെ നിൽക്കുന്നു, ഇത് മാറില്ല. കാരണം ഇവിടെ ലോൺ പെയർ ഉപയോഗിച്ചിട്ട് റെസണൻസ് നടത്തുകയാണിത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. സെമി കാർബസൈഡ് നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതാണ്, കാരണം എവിടെ നിന്നാണ് വാട്ടർ എലിമിനേഷൻ നടക്കുന്നത് ശ്രദ്ധിക്കാം. അടുത്തത് N സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡെറിവേറ്റീവ് ഓഫ് ആൽഡിഹൈഡ്, അതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 2,4-DNP എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ നമ്മൾ കണ്ടായിരുന്നു. ആ 2,4-ഡൈനൈട്രോഫിനൈൽ നമ്മൾ NO2ന്റെ 2 സബ്സ്റ്റിറ്റ്യൂഷൻ ഇട്ടൊരെണ്ണം കാണിച്ചായിരുന്നു. അതിന്റെ ഒരു ക്യാരക്ടറൈസേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് റിഡക്ഷൻ ആണ്, രണ്ടാമത്തെ റിഡക്ഷൻ ആണ്. ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷനിലെ 2-3 എക്സാമ്പിളുകളാണ് നമ്മൾ കണ്ടത്. അടുത്ത രണ്ടാമത്തെ റിയാക്ഷൻ റിഡക്ഷൻ. ആൽക്കഹോളുകളെ റിഡക്ഷൻ ടു ആൽക്കഹോൾസ്, ആൽഡിഹൈഡുകളെ റിഡക്ഷൻ നടത്തി. നമുക്കറിയാം പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്തപ്പോൾ ആൽഡിഹൈഡും സെക്കൻഡറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്തപ്പോൾ കീറ്റോണും ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ആൽഡിഹൈഡുകളെ റിഡക്ഷൻ നടത്തിയാൽ പ്രൈമറി ആൽക്കഹോളും കീറ്റോണുകളെ റിഡക്ഷൻ നടത്തിയാൽ സെക്കൻഡറി ആൽക്കഹോളുകളും കിട്ടുന്നു. റിഡക്ഷൻ ടു ആൽക്കഹോൾസ്, റിഡക്ഷൻ ടു ആൽക്കഹോൾസ്, ആൽക്കഹോളുകളാക്കി റിഡക്ഷൻ നടക്കുകയാണ്. Aldehydes and ketones are reduced to primary and secondary alcohols respectively by sodium borohydride NaBH4 or lithium aluminum hydride. Lithium aluminum hydride ഇന്റെയോ സോഡിയം ബോറോഹൈഡ്രൈഡ് ഇന്റെയോ പ്രസൻസിൽ റിഡക്ഷൻ നടത്തുമ്പോൾ പ്രൈമറി ആൽക്കഹോളും ആൽഡിഹൈഡിനെ റിഡക്ഷൻ നടത്തി പ്രൈമറി ആൽക്കഹോളും കീറ്റോണുകളെ റിഡക്ഷൻ നടത്തി സെക്കൻഡറി ആൽക്കഹോളുകളെയും പ്രിപ്പയർ ചെയ്യാം. ആൽഡിഹൈഡ് റിഡക്ഷൻ, പ്രൈമറി ആൽക്കഹോള്, കീറ്റോണുകൾ റിഡക്ഷൻ, സെക്കൻഡറി ആൽക്കഹോളുകൾ. അപ്പം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിയാക്ഷനുകളാണ് പറയുന്നത്. അടുത്തത് പറയുന്നത് റിഡക്ഷൻ ടു ഹൈഡ്രോ കാർബൺസ് ആണ്. ഹൈഡ്രോ കാർബണുകളാക്കി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ സാധിക്കും, റിഡക്ഷൻ നടത്താൻ സാധിക്കും. അതിന് 2 ഇമ്പോർട്ടന്റ് റിയാക്ഷൻ പറയുന്നുണ്ട്. ഒന്ന് ക്ലെമൻസൺ റിഡക്ഷനും ഇനി ഒന്ന് വുൾഫ് കിഷ്ണർ റിഡക്ഷനും. ഈ രണ്ടിലും റിയേജന്റ് മാത്രമേ മാറുന്നുള്ളൂ, പ്രൊഡക്റ്റ് സെയിം ആണ്. അവിടെ മാറുന്നത് C ഡബിൾ ബോണ്ടോ എന്ന് പറയുന്ന ഗ്രൂപ്പ് ചേഞ്ച് ചെയ്തിട്ട്
CH2 ആയിട്ട് മാറുന്നു. അതാണ് വളരെ ഇമ്പോർട്ടന്റ്. നോക്കുക, സിംഗമാലകം ഇൻ പ്രസൻസ് ഓഫ്, അതാണ് ഈ ക്ലെമൻസനും NH2 ഹൈഡ്രസീൻ ആണ് ഈ ഉൾഫ് കിഷ്ണർ റിഡക്ഷനുമാണ് നടക്കുന്നത്. അപ്പൊ ഇവിടെ ഹൈഡ്രോ കാർബണുകളാക്കി നമ്മൾ എന്ത് ചെയ്യാണ്, റിഡക്ഷൻ നടത്തുകയാണ്. C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പിനെ എന്താക്കി മാറ്റുന്നു, ഹൈഡ്രോ കാർബൺ CH2 ആക്കി മാറ്റുന്നു. C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് സിംഗമാൽഗം ഇൻ പ്രസൻസ് ഓഫ് HCl ആവുമ്പോൾ ആ ഗ്രൂപ്പ് CH2 ആയിട്ട് മാറി. അതിനെയാണ് ക്ലെമൻസൺ റിഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് HCH ഡബിൾ ബോണ്ടോ പ്ലസ് സിംഗമാൽഗം ഇൻ പ്രസൻസ് ഓഫ് HCl, ഈ ഗ്രൂപ്പ് CH2 ആയിട്ട് മാറി. ആ ഗ്രൂപ്പ് CH2 ആയ ആ 2 H കൂടെ ചേർന്ന് എന്തായി, മീഥേൻ ആവും. അപ്പൊ ഫോർമാൽഡിഹൈഡ് എടുത്താൽ മീഥേൻ കിട്ടും, അസറ്റാൽഡിഹൈഡ് എടുത്താല് ഈഥേൻ കിട്ടും. ഇതുപോലെ തന്നെയാണ്, സെയിം ആണ്. റിയേജന്റ് മാത്രമേ മാറുന്നുള്ളൂ. ഹൈഡ്രസീൻ ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്, വാട്ടർ എലിമിനേഷൻ നടക്കുന്നു. KOHന്റെ പ്രസൻസിൽ എത്തിലീൻ ഗ്ലൈക്കോളും ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് മാറുന്നില്ല, റിയേജന്റ് മാത്രമേ മാറുന്നുള്ളൂ. ഇനി അടുത്തത് പറയുന്നത് ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്ത എന്ത് കിട്ടുന്നു, കാർബോക്സിലിക് ആസിഡ് ആണ് കിട്ടുന്നത്. ആൽഡിഹൈഡുകളെ ഓക്സിഡൈസ് ചെയ്ത് കാർബോക്സിലിക് ആസിഡ് ആക്കുന്നു. ആൽഡിഹൈഡ്സ് ഡിഫർ ഫ്രം കീറ്റോൺസ് ഇൻ ദർ ഓക്സിഡേഷൻ റിയാക്ഷൻ. കീറ്റോണുകളെ ഓക്സിഡേഷൻ നടത്താൻ ബുദ്ധിമുട്ടാണ്, നടക്കില്ലെന്നല്ല. കീറ്റോണുകളെ ഓക്സിഡേഷൻ നടത്തി കറസ്പോണ്ടിങ് കോമ്പൗണ്ടുകൾ ആക്കണമെങ്കിൽ അതിനെന്ത് ആവശ്യമുണ്ട്, സ്യൂട്ടബിൾ ആയ റിയേജന്റ്, സ്ട്രോങ് ആയ ഓക്സിഡൈസിങ് ഏജന്റുകളും എലിവേറ്റഡ് ടെമ്പറേച്ചറും ഒക്കെ അത്യാവശ്യമാണ്. ആൽഡിഹൈഡുകളെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്രസൻസിൽ ഓക്സിഡേഷൻ നടത്തി കാർബോക്സിലിക് ആസിഡ് ആക്കി. ഇനി ഇത് കീറ്റോണുകളാണ്. കീറ്റോണുകളെ ഡ്രാസ്റ്റിക് കണ്ടീഷനുകളിൽ മാത്രമേ ഓക്സിഡൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാകുമ്പോൾ എവിടെ വെച്ചാണോ ചെയിൻ മുറിയുന്നത് ആ പോർഷൻ കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. ഇപ്പൊ ഇവിടെ വെച്ച് മുറിയാം, ഇവിടെ വെച്ച് മുറിഞ്ഞാൽ ഇവിടെ വെച്ച് മുറിയാം. അതായത് 2-3 പൊസിഷന്റെ ഇടയിലും മുറിയാം, 1-2 പൊസിഷന്റെ ഇടയിലും. കാർബോണിൽ ഗ്രൂപ്പിന്റെ അപ്പുറം ഇപ്പുറയാണ് മുറിയുന്നത്, 2 സൈഡിലുമാണ് മുറിയുന്നത്. അങ്ങനെ ആ വശം മുറിയുമ്പോൾ RCOH, R'CH2COH. ഇവിടെയാണ് മുറിയുന്നതെങ്കിൽ RCH2COH, R'COH, ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ 2 റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആൽഡിഹൈഡുകളെയും കീറ്റോണുകളെയും ഏറ്റവും നന്നായിട്ട് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ടെസ്റ്റുകളാണ് പറയുന്നത്. ഏറ്റവും ആദ്യത്തെ പറയുന്നത് ടോളൻസ് ടെസ്റ്റ് ആണ്. ടോളൻസ് ടെസ്റ്റിൽ പറയുന്നത് ആൽഡിഹൈഡുകൾക്ക് മാത്രമേ ആൻസർ ചെയ്യുള്ളൂ, ആൽഡിഹൈഡുകൾ മാത്രമേ ടോളൻസ് ആൻസർ ചെയ്യുള്ളൂ, കീറ്റോണുകൾ ആൻസർ ചെയ്യൂല. അപ്പൊ ഗിവൺ ആൽഡിഹൈഡിനെ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ ഒരു സിൽവർ മിറർ നമുക്ക് അപ്പിയർ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അതെന്തായിരിക്കും, ആൽഡിഹൈഡ് ആയിരിക്കും. കീറ്റോണുകൾക്ക് അത് സാധിക്കില്ല, കീറ്റോണുകൾ അങ്ങനെ സിൽവർ മിറർ തരില്ല. അപ്പൊ ആൽഡിഹൈഡിലേക്ക് നമ്മൾ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഒഴിക്കുക, ടോളൻസ് റിയേജന്റ് ആണ് അത് ഒഴിക്കുക. സിൽവർ മിറർ, ടെസ്റ്റ് ട്യൂബിന്റെ അടിയിൽ സിൽവർ മിറർ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ആൽഡിഹൈഡ് ആയിരിക്കും. അതിന്റെ റിയാക്ഷൻ ആണ്. സിൽവർ മിററിന് കാരണം എന്താണെന്നാണ്, സിൽവർ ഫോം ചെയ്യുന്നതാണ്. ആൽഡിഹൈഡ് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ്, അമോണിയ ഒഴിച്ച സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ്. അപ്പൊ എന്ത് കിട്ടുന്നു, എന്താ സംഭവിക്കുന്നത്, ഓക്സിഡേഷൻ നടന്നിട്ട് കാർബോക്സിലിക് ആസിഡ്, കാർബോക്സിലേറ്റ് അയോണുകൾ ഉണ്ടാകുന്നതുകൊണ്ടാണ്. കാർബോക്സിലേറ്റ് അയോണുകളാണ് അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത ഓക്സിഡേഷൻ നടത്താനുള്ള അടുത്ത റിയേജന്റ് ആണ് ഫെലിങ്സ് ടെസ്റ്റ്. ഫെലിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 2 എണ്ണം ഉണ്ട്, ഫെലിംഗ് എയും ഫെലിംഗ് ബിയും ഉണ്ട്. ഫെലിംഗ് എ എന്ന് പറയുന്നത് ഫെലിംഗ് ടെസ്റ്റിൽ നമുക്ക് റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നത്. ഫെലിംഗ് സൊല്യൂഷനിൽ ഫെലിംഗ് റിയേജന്റ് 2 എണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഫെലിംഗ് എയും ഫെലിംഗ് ബിയും. ഫെലിംഗ് എ ആൻഡ് ഫെലിംഗ് ബി. അതായത് ഫെലിംഗ് എ എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് ആണ്, ഫെലിംഗ് ബി എന്ന് പറയുന്നത് റോച്ചിലെ സോൾട്ട് ആണ്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഫെലിംഗ് എയും ഫെലിംഗ് ബിയും 2 റിയേജന്റൂടെ ഈക്വലി മിക്സ് ചെയ്തിട്ട് ആൽഡിഹൈഡിലേക്ക് ഒഴിക്കുവാണ്. ആൽഡിഹൈഡിലേക്ക് ഒഴിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, റെഡ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. റെഡ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ ഇതാണ് അതിന്റെ കാരണം, കാർബോക്സിലേറ്റ് ആനയോണുകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് അതിനങ്ങനെ സംഭവിക്കുന്നത്. ഇനി മറ്റൊന്ന് ഹാലോഫോം റിയാക്ഷൻ ആണ്. ഓക്സിഡേഷൻ ഓഫ് മീഥൈൽ കീറ്റോൺസ്, ഹാലോഫോം റിയാക്ഷൻ. അതായത് ഹാലോഫോം റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ അയഡോഫോം ടെസ്റ്റ് എന്ന് വിളിക്കും. അതായത് I2-NaOH ആണ് ഉപയോഗിക്കുന്നത്. I2-NaOH ആണ് റിയേജന്റ്. അത് രണ്ടും കൂടെ കൂടി ചേർന്നിട്ട് NaOX എന്നിവിടെ കാണിച്ചിരിക്കുന്നതാണ്. I2-NaOH അല്ലെങ്കിൽ X2-NaOH. X2 എന്ന് ഉദ്ദേശിക്കുന്ന ഹാലജൻ ആണ്, ഹാലജൻ ആണ് X2 എന്ന് ഉദ്ദേശിച്ചത്.
ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ CH3CO ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ റിയാക്ഷൻ നടക്കുകയുള്ളൂ. CH3CO ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ ആൽഡിഹൈഡുകളും എല്ലാ കീറ്റോണുകളും റിയാക്ഷൻ നടത്തില്ല, അല്ലെങ്കിൽ എല്ലാ ആൽഡിഹൈഡുകളും റിയാക്ഷൻ നടത്തില്ല, അല്ലെങ്കിൽ എല്ലാ കീറ്റോണുകളും റിയാക്ഷൻ നടത്തില്ല. ഐഡോഫോം ടെസ്റ്റ് തരണമെങ്കിൽ CH3CO ഉണ്ടാവണം. ഇപ്പം ഇതിനകത്ത് ഐഡോഫോം ടെസ്റ്റ് സാധിക്കില്ല, കാരണം CH3CO ഇല്ല. ഇനി ഇതിനകത്ത് ഐഡോഫോം ടെസ്റ്റ് നടക്കും, കാരണം ഇവിടെ CH3CO ഉണ്ട്. ഇനി ഇതിൽ ഐഡോഫോം ടെസ്റ്റ് നടക്കില്ല, കാരണം ഇവിടെ CH3CO ഇല്ല. CH3CO ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അപ്പൊ ഇതിൽ നടക്കില്ല, ഇതിൽ നടക്കുന്നു, ഇതിൽ നടക്കില്ല. അപ്പൊ ശ്രദ്ധിക്കാതെ രണ്ടും ആൽഡിഹൈഡുകളിലും കീറ്റോണുകളിലും CH3CO ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ, ഐഡോഫോം ടെസ്റ്റ് നടക്കുകയുള്ളൂ. ഇനി നാലാമത്തെ റിയാക്ഷൻ ഡ്യൂ ടു ആൽഫ ഹൈഡ്രജൻ ആറ്റം. ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്നതാണ് പറയുന്നത്. ആൽഫ ഹൈഡ്രജൻ ഇൻ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആർ അസിഡിക് ഇൻ നേച്ചർ. ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിലുള്ള ഹൈഡ്രജൻ ആണ്. ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന റിയാക്ഷനുകളാണ് പറയുന്നത്. ആൽഫ ഹൈഡ്രജൻ ഇൻ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആർ അസിഡിക് ഇൻ നേച്ചർ due to the strong electron withdrawing effect of the carbonyl group and resonance stabilization of the conjugated base. അപ്പോ ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ നടക്കുന്ന റിയാക്ഷന്റെ ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്നതാണ് അൾഡോൾ കണ്ടൻസേഷൻ. എന്താണ് ആൽഫ ഹൈഡ്രജൻ? ആൽഡിഹൈഡുകളിലും കീറ്റോണുകളിലും ആൽഡിഹൈഡ് എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിലുള്ള ഹൈഡ്രജനെയാണ് ആൽഫ ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത്. അൾഡോൾ കണ്ടൻസേഷൻ. Aldehydes and ketones having at least one alpha hydrogen undergo aldol condensation. Aldol condensation നടക്കണമെങ്കിൽ ഡൈലൂട്ട് ആൽക്കലൈഡ് പ്രസൻസിൽ മാത്രമേ aldol condensation നടക്കുകയുള്ളൂ. അതുവഴി ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡുകളെയാണ് കിട്ടുന്നത്. ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡുകളെയോ ബീറ്റ ഹൈഡ്രോക്സി കീറ്റോണുകളെയാണോ നമുക്ക് കിട്ടുന്ന എക്സാമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്. ഒരു ആൽഡിഹൈഡ് എടുത്തിട്ടുണ്ട്, ഡൈലൂട്ട് NaOH കൊണ്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡൈലൂട്ട് NaOH ആണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഓർത്തോളുക, അത് അൾഡോൾ കണ്ടൻസേഷൻ ആണ്. നടക്കുന്നത് എങ്ങനെയാണ്? രണ്ട് ആൽഡിഹൈഡ് വരും, C+H. അതിനെ ആൽഫ ഹൈഡ്രജൻ, ഇപ്പൊ ഞാൻ ആൽഫ ഹൈഡ്രജനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് H അങ്ങോട്ട് മാറ്റിയിരിക്കുന്നത്. C+H ബോണ്ട് ക്ലീവ് ചെയ്തിട്ട് H അങ്ങോട്ട് പോകും. അപ്പോ CH3 CHOH, ഈ H ഈ ഓയിന്റെ അടുത്തേക്ക് പോയി, ബാക്കി CH2 CHO. ഇനി ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുക, അപ്പോൾ വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകും. അപ്പൊ എന്തായി? CH3 CH+CH CHO എന്ന് വരും. ഇതാണ് അൾഡോൾ കണ്ടൻസേഷൻ. ആൽഡിഹൈഡ് വെച്ചിട്ടുള്ളതാണ് ചെയ്തത്. ഇനി കീറ്റോൺ വെച്ചിട്ട് ചെയ്താലും ഇങ്ങനെ തന്നെ വരിക, വ്യത്യാസമൊന്നുമില്ല. അത് ആൽഡിഹൈഡുകളും കീറ്റോണുകളിലും ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഉണ്ടാവും ബീറ്റ ആൽഫ ബീറ്റ, ആൽഫയിലും ബീറ്റയിലുമാണ് ഡബിൾ ബോണ്ട് ഉള്ളത്. കീറ്റോണുകളുടെ അത് കാണിച്ചിട്ടുണ്ട്. ഇനി ക്രോസ് അൾഡോൾ ഉണ്ട്, അതൊരു ഡിഫറെന്റ് ആൽഡിഹൈഡും ഡിഫറെന്റ് കീറ്റോണുകളും എടുത്ത് അതിലും ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ എന്ന് നോക്കുക, അത് നമുക്ക് റിയാക്ഷൻ ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. അപ്പം അൾഡോൾ കണ്ടൻസേഷൻ ചെയ്യുമ്പോൾ രണ്ട് ഡിഫറെന്റ് ആൽഡിഹൈഡ് എടുക്കുവാണെങ്കിൽ രണ്ട് ആൽഡിഹൈഡിലും അല്ലെങ്കിൽ ഒരു ആൽഡിഹൈഡ് ഒരു കീറ്റോണും എടുത്ത് ചെയ്യാം നമുക്ക്. രണ്ടിലും ഫങ്ഷണൽ ഗ്രൂപ്പ്, രണ്ടിലും എന്തുണ്ട്, ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഡിഫറെന്റ് പ്രൊഡക്റ്റുകൾ കിട്ടും. ഇപ്പം ആൽഫ ഹൈഡ്രജൻ ഇതിനകത്ത് ഒരു പ്രൊഡക്റ്റിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അതിന്റെ ആൽഫ ഹൈഡ്രജൻ അത് തന്നെ രണ്ടു പ്രാവശ്യം എടുത്തിട്ട് ഒരു പ്രൊഡക്റ്റ്. ഇനി അടുത്ത ഇപ്പൊ A B എന്ന് പറഞ്ഞ രണ്ട് കോമ്പൗണ്ട്, എയിലും ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, ബിയിലും ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ എയിലെ ആൽഫ ഹൈഡ്രജൻ എടുത്ത് ഒരു പ്രൊഡക്റ്റ്, ബിയിലെ ആൽഫ ഹൈഡ്രജൻ എടുത്ത് അടുത്ത പ്രൊഡക്റ്റ്. ഇനി രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് എയിലെ ആൽഫ ഹൈഡ്രജൻ എടുത്തിട്ട് ഒന്ന്, ബിയിലെ ആൽഫ ഹൈഡ്രജൻ എടുത്തിട്ട് അങ്ങനെ 4 പ്രൊഡക്റ്റുകളാണ് കിട്ടുന്നത്. ഇപ്പൊ എക്സാമ്പിൾ കാണിച്ചാല് ഇപ്പൊ CH3 CHO നമ്മൾ എടുത്ത് കാണിച്ചതാണ്. ഇതുപോലെ ഒരു CH3 CHO കൂടെ റിയാക്ട് ചെയ്യണം, അപ്പൊ ഒരു പ്രൊഡക്റ്റ് കിട്ടും. ഇനി നമ്മൾ ഓൾറെഡി അത് കാണിച്ചതാണ്. ഇനി നമുക്ക് കുറച്ച് വലിയ ആൽഡിഹൈഡായ ഇതെടുക്കാം. അപ്പൊ അത് തമ്മിൽ എയും ബിയും ക്രോസ് ചെയ്യുകയാണെങ്കിൽ എയിനോട് തന്നെ റിയാക്ട് ചെയ്ത പ്രൊഡക്റ്റ്, ബിയിനോട് തന്നെ റിയാക്ട് ചെയ്ത മറ്റൊരു പ്രൊഡക്റ്റ്, എയും ബിയും റിയാക്ട് ചെയ്ത് എന്റെ ആൽഫ ഹൈഡ്രജൻ എടുത്ത ഒരു പ്രൊഡക്റ്റ്, ബിന്റെ ആൽഫ ഹൈഡ്രജൻ എടുത്ത അടുത്ത പ്രൊഡക്റ്റ്. അങ്ങനെ ടോട്ടൽ 4 പ്രൊഡക്റ്റുകളാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇത് എടുത്താല് CH2 C+H, ഇതിന്റെ കൂടെ CH3
CHO. ഇതുപോലെ H അങ്ങോട്ട് പോവും. അപ്പൊ എന്തായി? CH3 CH2 CHOH ഇതവിടെ അറ്റാച്ച് ചെയ്യണം. ഇത് ബ്രാഞ്ചായി, ഇതിവിടെ അറ്റാച്ച് ചെയ്യിപ്പിച്ചു. CH3 CHO. ഇനി വാട്ടർ എലിമിനേഷൻ നടന്ന് ഡബിൾ ബോണ്ട് ആക്കും. ഇങ്ങനെയാണ് അടുത്ത. ഇനി തമ്മിൽ റിയാക്ട് ചെയ്ത് ഓരോന്നിന്റെ ആൽഫ ഹൈഡ്രജൻ എടുത്ത് ഡിഫറെന്റ് പ്രോഡക്റ്റുകളെ ഉണ്ട്. അങ്ങനെ ടോട്ടൽ 4 പ്രൊഡക്റ്റുകളാണ് ക്രോസ് ആൽഡോൾ വഴി കിട്ടുന്നത്. ഇനി അടുത്തത് പറയുന്നത് ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തതാണ്. ഇനി കീറ്റോണിന്റെ കാണിച്ചിട്ടുണ്ട്. കീറ്റോൺസിനും അങ്ങനെ തന്നെ ആൽഫ ഹൈഡ്രജൻ ഉള്ളത് കോമ്പൗണ്ടുകളുടെ റിയാക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഇനി ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തത് അതർ റിയാക്ഷൻസ്, കെന്നിസാറോ റിയാക്ഷൻസ്. കെന്നിസാറോ റിയാക്ഷനിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തതേ റിയാക്ട് ചെയ്യുള്ളൂ. ആൽഡിഹൈഡ്സ് ദാറ്റ് ഡു നോട്ട് ഹാവ് ആൽഫ ഹൈഡ്രജൻ, ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തത്. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഡു നോട്ട് ഹാവ് ആൽഫ ഹൈഡ്രജൻ അണ്ടർഗോ സെൽഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ. അത് തന്നെ ഓക്സിഡേഷൻ റിഡക്ഷൻ നടന്നു. അങ്ങനെ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഡിസ്പ്രപ്പോർഷനേഷൻ നമുക്കറിയാം, ഒരു സ്പീഷീസ് ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ നടത്തുന്നു. ഇപ്പൊ 2 മോളിക്യൂള് HCHO എടുത്തു. അപ്പൊ അത് എന്തായിട്ട് മാറി? CH3OH ഉം HCONA ആയിട്ട് മാറി. ഇവിടെ അങ്ങനെ തന്നെയാണ്. CH2OH ഉം ഈ കോമ്പൗണ്ട് തന്നെ വെച്ചിട്ട് HCO, അത് CONA ആയിട്ട് മാറുന്നു. അതായത് സോഡിയം സോൾട്ടും പിന്നെ നമുക്ക് ആൽക്കഹോളും ആണ് കിട്ടുന്നത്. സോഡിയം സോൾട്ടും ആൽക്കഹോളും കിട്ടും. ഇനി അടുത്തത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ ബെൻസീൻ റിങ്ങിലെ ആൽഡിഹൈഡ്, അതായത് ആൽഡിഹൈഡും കീറ്റോണുകളും മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ വരുന്ന ഗ്രൂപ്പ് എവിടെ പോകും? മെറ്റാ പൊസിഷനിലാണ് പോകുന്നത്. അവിടെ നൈട്രേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും കൂടെ എടുത്തിട്ട് നൈട്രേഷൻ നടത്തുമ്പോൾ 1, 2, 3 തേർഡ് പൊസിഷനിൽ എന്ത് വരും? NO2 സബ്സ്റ്റിറ്റ്യൂഷൻ വരും. മെറ്റാ നൈട്രോ ബെൻസാൽഡിഹൈഡ് കിട്ടും. ഇനി യൂസുകളാണ്. യൂസ് ആൽഡിഹൈഡിന്റെ കീറ്റോണിന്റെ യൂസുകൾ പറഞ്ഞാൽ നമുക്ക് ആൽഡിഹൈഡ് കീറ്റോണ് ആ ടോപ്പിക് അവസാനിക്കും. കുറച്ച് യൂസുകൾ. ഫോർമാലിൻ നമ്മൾ ആദ്യം പറഞ്ഞാൽ ഫോർമാൽഡിഹൈഡിന്റെ കാര്യമാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിസർവ് ബയോളജിക്കൽ സ്പെസിമെൻ ആൻഡ് ടു പ്രിപ്പയർ ബേക്കലൈറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ബേക്കലൈറ്റ് ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. അസറ്റാൽഡിഹൈഡ് ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ അസറ്റിക് ആസിഡ്, ഈഥൈൽ അസറ്റേറ്റ്, വിനൈൽ അസറ്റേറ്റ്, പോളിമേഴ്സ് ആൻഡ് ഡ്രഗ്സ് ഇതൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ബെൻസാൽഡിഹൈഡ് പെർഫ്യൂം ഇൻഡസ്ട്രിയിലും ഡൈ ഇൻഡസ്ട്രിയിലും ഉപയോഗിക്കുന്നു. അസറ്റോണും അതേപോലെ ഈഥൈൽ മീഥൈൽ കീറ്റോൺസും എല്ലാം സോൾവെന്റ് ആയിട്ട് സാധാരണ ഉപയോഗിക്കാറുള്ളതാണ്. അപ്പം ഇതാണ് അതിന്റെ യൂസുകളാണ് പറഞ്ഞത്. നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കെമിക്കൽ പ്രോപ്പർട്ടീസും ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിച്ചു യൂസോടുകൂടി. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കിയായ കാർബോക്സിലിക് ആസിഡ് ആണ്. താങ്ക് യു.